മദ്യലഹരിയിലായിരുന്ന ഡ്രൈവർ ഓടിച്ച ലോറി ഡിവൈഡറിൽ കയറി മറിഞ്ഞു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ പാലക്കുന്ന് ടൗണിൽ വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടം നടന്നത്. This news sponsored by Bobby Chemannur International Jewelers. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ നിന്ന് പഞ്ചസാരയുമായി കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന KA30A5080 എന്ന കർണാടക രജിസ്ട്രേഷൻ ചരക്ക് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. പാലക്കുന്ന് ഗിലർ മസ്ജിദിന് സമീപം ഡിവൈഡറിന്റെ മുകളിലൂടെ കയറിയ ലോറി സൂര്യറാന്തൽ ഉറപ്പിക്കാൻ സ്ഥാപിച്ച 4 വിളക്ക് തൂണുകൾ തകർത്ത് കാസർഗോഡ് ഭാഗത്തുള്ള റോഡിലാണ് മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവറും ക്ലീനറും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിരുന്നു. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പാലക്കുന്നിലെ ഡിവൈഡറിനകത്ത് ഉദുമ പഞ്ചായത്ത് കൊരുപ്പുകട്ടകൾ പാവുകയും അതിനിടയിൽ ഉയരമുള്ള ഇരുമ്പ് തൂണിൽ സൗരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിലെ 4 തൂണുകളും അത്രയും നീളത്തിൽ കൊരുപ്പുകട്ടകളുമാണ് ലോറി ഇടിച്ചു തകർന്നത്. ഇതിന്റെ CCTV ദൃശ്യവും ലഭിച്ചിട്ടുണ്ട്. സമീപത്തെ അയ്യങ്കാർ ബേക്കറിക്ക് മുന്നിലുള്ള ട്രാൻസ്ഫോമറിൽ ലോറി തട്ടാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അപകടത്തിന് തൊട്ടുപിറകെ എത്തിയ ബേക്കൽ പോലീസ് ലോറി ഡ്രൈവർ കർണാടക കാർബാർ യെല്ലാപൂരിലെ ഇംതിയാസ് കെ പട്ടേലിന്റെ ഉച്ഛ്വാസവായു പരിശോധിച്ചപ്പോൾ വലിയ രീതിയിൽ മദ്യം കുടിച്ചതായി രേഖപ്പെടുത്തിയതോടെ കടുത്ത വകുപ്പുകളിട്ട് പോലീസ് കേസെടുക്കുകയായിരുന്നു. കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെ മറുഭാഗത്തുകൂടിയാണ് കടത്തിവിട്ടത്. മറിഞ്ഞ ലോറിയിൽ നിന്ന് തെറിച്ചു വീണ പഞ്ചസാര ചാക്കുകൾ നാട്ടുകാരും പോലീസുകാരും ചേർന്ന് റോഡരികിലേക്ക് മാറ്റി പ്ലാസ്റ്റിക് ഷീറ്റിട്ട് രാത്രി തന്നെ മൂടി സുരക്ഷിതമാക്കിയിരുന്നു. പിന്നീട് പുലർച്ചെ പഞ്ചസാര ചാക്കുകെട്ടുകൾ മറ്റൊരു ലോറിയിൽ കയറ്റി അയക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.